സാദിഖ് ഖാനെതിരെ അമേരിക്ക സാദിഖ് ഖാൻ മേയറിനെതിരെ അമേരിക്ക സാങ്ഷൻ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം ഈദ് നമസ്കാരത്തിൽ ഈ ഹമാസിന് അനുകൂലമായിട്ടും പാലസ്തീൻ അനുകൂലമായിട്ടും സംഭവങ്ങളൊക്കെ പറഞ്ഞു. അതായത് ബ്രിട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു പോക്കുണ്ട്. കാരണം അവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സും ബുദ്ധിജീവികളും ഒക്കെ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇന്ത്യയിലത് വ്യാപകമായിരുന്നു, ഇപ്പോഴത് ഒത്തിരി അങ്ങ് ഒതുങ്ങി. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇസ്രായേലിനെതിരെ സ്ഥിരമായിട്ട് പല രീതിയിലുള്ള ആക്ഷേപങ്ങളുണ്ട്. ഇവർ സ്ഥിരമായിട്ട് ഇവരുടെ മീറ്റിങ്ങുകളിലൊക്കെ പോയി ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ഈ പറയുന്ന BBC, അൽ ജസീറ വലിയ സംഭവങ്ങളായിട്ട് പുറത്തു കൊണ്ടുവരും. അവരെയൊക്കെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ തന്നെയാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. അതായത് പല MP-മാരും ഉണ്ട്, മെമ്പേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി ലീഡേഴ്സ് ഉണ്ട് ബ്രിട്ടനിലുള്ള. അവരെ അവോയ്ഡ് ചെയ്യാനും അവരെ ബാൻ ചെയ്യാനും. ഇനി അടുത്ത സംഭവം പറയാം. അത് ബ്രിട്ടനിലെ ഒരു മനോഹരമായൊരു കോളമിസ്റ്റ് അതിനെപ്പറ്റി എഴുതി. ബ്രിട്ടന് കിട്ടുന്ന ഒരു സീറ്റ് റിവഞ്ചാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നും പറഞ്ഞ ഒരു വിൽഡ്രസ് ഡച്ച് പാർലമെൻറ്റേറിയൻ, അവിടുത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റാണ്. അയാൾ ഇസ്ലാമിക ടെററിസത്തെ പറ്റി സംസാരിച്ചു.